ഗ്രീൻ റവല്യൂഷൻ, ഹരിത വിപ്ലവം ഈസി ആയിട്ട് പഠിക്കാം, കുറച്ച് മാത്രം പഠിക്കാനേ ഉള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും ഈസി ആയിട്ട് ആദ്യം മനസ്സിലാക്കുക, ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ പേരിനകത്ത് തന്നെ ഉണ്ട്. ഗ്രീൻ അല്ലെങ്കിൽ പച്ച കളറാണ്. അപ്പൊ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപ്ലവമാണ് അല്ലെങ്കിൽ റവല്യൂഷൻ ആണ് നമ്മുടെ ഹരിത വിപ്ലവം എന്നുള്ളത്. ഇനി എന്തൊക്കെയായിരുന്നു അതിന്റെ ഒരു സ്വഭാവം എന്നുള്ളത്? അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, വിളയിനങ്ങൾ കൊണ്ടുവരിക അല്ലെ. അതായത് ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള സീഡ്സ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ, നമ്മുടെ ജലസേചന പദ്ധതികളൊക്കെ വളരെയധികം കൂട്ടുന്നു. ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരുന്നു. ഇൻസെക്ടിസൈഡ്സ്, നല്ല രീതിയിലുള്ള ഈ കളനാശിനികൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ രാസവളങ്ങൾ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കുറഞ്ഞ അളവിൽ അല്ലെങ്കിൽ കുറഞ്ഞ പലിശ അളവില് ആളുകൾക്ക് ലോണും അതുപോലെയുള്ള ഫൈനാൻഷ്യൽ എബിലിറ്റീസും കഴിവുകളൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ ഇതിനാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ വന്ന സമയത്ത്, അതായത് ഇന്ത്യക്കകത്തുള്ള കൃഷിയുടെ അളവ് കൂട്ടാനായിട്ടാണ് ഈ ഒരു ഹരിത വിപ്ലവം എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് കർഷകർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുറച്ച് സൗകര്യങ്ങളാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് ആളുകൾ കൃഷിയിലേക്ക് വരികയും ഇതുപോലെ ഹൈ ഈൽഡിംഗ് ക്രോപ്സ് കൊണ്ടുവന്നപ്പോൾ, ഹൈ ഈൽഡിംഗ് സീഡ്സ് കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്ന് ഒരുപാടായിട്ട് വിളവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കിട്ടാനായിട്ടും തുടങ്ങി. അപ്പൊ ആ ഒരു കാലഘട്ടം, അതായത് ഇന്ത്യക്കകത്ത് അഗ്രികൾച്ചറിൽ വന്നിട്ടുള്ള പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള ഇൻക്രീസ് വന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വീറ്റിലും റൈസിലുമാണ് ആ ഒരു ഇൻക്രീസ് ഇന്ത്യക്കകത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഗോതമ്പിലും അരിയുടെയും പ്രൊഡക്ഷൻ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ ടൈമിൽ കൂടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് സഫിഷ്യൻസി, നമുക്ക് അതായത് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള വീറ്റും റൈസൊക്കെ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ കൂടി പറ്റിയ ഒരു ടൈം ആയിരുന്നു നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ ഒരു ടൈം, അല്ലെങ്കിൽ നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ ആ ഒരു സമയം എന്ന് പറയുന്നത്. വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് നോക്കാനാണെങ്കിൽ നമുക്ക് കുറെ വിപ്ലവങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാം ഈസിയാണ്, എല്ലാം പേര് മാത്രം വെച്ച് പഠിച്ചാൽ മതി. ഹരിത വിപ്ലവം അപ്പൊ തന്നെ ഓർക്കുക, ഗ്രീൻ റവല്യൂഷൻ ആണ്, കൃഷിയാണ്. അപ്പൊ കൃഷിയിൽ എന്തായാലും ഇൻക്രീസ് വന്നിട്ടുള്ള ടൈം ആയിരിക്കുമല്ലോ വിപ്ലവം നമ്മൾ പറയുന്നുണ്ടാവാം. അപ്പൊ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്നുള്ളത്. അപ്പൊ ഈസി ആയിട്ട് ഗ്രീൻ റവല്യൂഷൻ പഠിച്ചില്ലേ?